വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എജു ടോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാർജിനൽ കോൺസെപ്റ്റ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നോക്കുന്നത്. അതിനകത്ത് നമ്മൾ കാര്യമായിട്ടും നോക്കുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം വിത്ത് എ ഗിവൺ ഇൻപുട്സ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു ഫേം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആകെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് ഇൻറ്റു ക്യൂ, അങ്ങനെയും കണ്ടെത്താം. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കേസസിൽ മാത്രമല്ല, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ APL, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPL/L, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ TPK/K, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നോക്കുക, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. ഒരു യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റിനോട് കൂട്ടിച്ചേർക്കുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ മാർജിനൽ എന്ന് വന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷനാണ് ഉപയോഗിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബർ അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രൊഡക്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എത്രയാണ്, അതിനാണ് ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ MPL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡോ ക്യൂ ബൈ ഡോ എൽ, MPK is equal to ഡോ ക്യൂ ബൈ ഡോ കെ എന്നും പറയുന്നു. ഇത് നോക്കുക, ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കർവ് രൂപത്തിൽ നോക്കാം. ടോട്ടൽ പ്രൊഡക്റ്റ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് ഇൻക്രീസിങ് റേറ്റ്, അല്ലേ? കുത്തനെ അങ്ങ് ഉയർന്നു പോവുകയാണ്. ദെൻ ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, ദെൻ റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ദെൻ ഡിക്ലൈൻസ്. ഇൻ ദ കേസ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്, ഇൻക്രീസിങ്, ദെൻ മാക്സിമം, ദെൻ ഡിക്രീസിങ്, സീറോ, നെഗറ്റീവ്. ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസിങ്, മാക്സിമം, ദെൻ ഡിക്രീസിങ്. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റിനാണെങ്കിലും ആവറേജ് പ്രൊഡക്റ്റിനാണെങ്കിലും മാർജിനൽ പ്രൊഡക്റ്റിനാണെങ്കിലും അതിൻ്റെ ഓരോ സ്റ്റേജസിലും ഓരോ ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് ഇത് പറയുന്നത്, അല്ലേ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ TPയും APയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്റ്റേജിലും റിലേഷൻഷിപ്പ് വരുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് കേസിൽ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ദെൻ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ആദ്യം ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ദെൻ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ കേസിലോ ഇൻക്രീസസ് ഇൻ ദ ബിഗിനിങ്, ദെൻ റീച്ചസ് എ മാക്സിമം ആൻഡ് ബിഗിൻസ് ടു ഡിക്രീസ്. ആവറേജ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഫസ്റ്റ് ഇൻക്രീസസ്, കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ആൻഡ് ബിക്കംസ് മാക്സിമം. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് ഇൻക്രീസിങ് റേറ്റ്, അതിനുശേഷം ചെറിയ ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ദെൻ ഡിക്രീസസ്. ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്, ദെൻ റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റേജ് 2 കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് ഡിമിനിഷിങ് റേറ്റ് ആൻഡ് ബിക്കംസ് മാക്സിമം. വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു, P മുതൽ M വരെയുള്ള പോയിന്റ് നോക്കുക, ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ P മുതൽ M വരെയുള്ള പോയിന്റ് നോക്കുക, അവിടെ ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, വളരെ കുറഞ്ഞ റേറ്റിലാണ്, കുത്തനെ അങ്ങ് ഉയർന്നു പോകുന്നില്ല, വളരെ പതിയ രീതിയിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അതിന് മാക്സിമം പോയിന്റ് ആയിട്ടുള്ള M എന്നുള്ള പോയിന്റിൽ എത്തിച്ചേരുന്നു. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞത് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, പിന്നെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് പറഞ്ഞു. വീണ്ടും കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, ദെൻ റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ഇതാണ് പറഞ്ഞത്. ഇനി ആ കേസിൽ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെയും കേസ് പറഞ്ഞു, ഇവിടെ ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും കേസിൽ എന്താണ്? രണ്ടും ഡിക്രീസ് ചെയ്യുന്നു, അല്ലേ? അതാണ് അടുത്ത സ്റ്റേജിൽ പറഞ്ഞത്. കണ്ടിന്യൂസ് ഡിമിനിഷ് ആൻഡ് ബിക്കംസ് ഈക്വൽ ടു സീറോ, ബിക്കംസ് ഈക്വൽ ടു MP ആൻഡ് ദെൻ ബിഗിൻസ് ടു ഡിമിനിഷ്. ആദ്യം ഈ കേസിൽ നോക്കുക, ഇത് ഡിക്ലൈൻ ചെയ്യുന്നു, ദെൻ സീറോയിലെത്തുന്നു, MPയുടെ കേസ്. APയുടെ കേസോ AP MP ഈക്വൽ ആവുന്നു, അതിനുശേഷം AP ഡിക്ലൈൻ ചെയ്ത് വരുന്നു, അല്ലേ? അതിനുശേഷമുള്ള തേർഡ് സ്റ്റേജിൽ എന്തായിരിക്കും? TP ഡിക്രീസസ്, ദെൻ AP ഡിക്രീസസ് ബട്ട് പോസിറ്റീവ്, MP ബിക്കം നെഗറ്റീവ്. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ട് നമ്മളതിൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞു. ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നോക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ഗിവൺ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ
Q is equal to 10 plus 6L minus L square. Find average product of the factor, marginal product of the factor, the unit of factor L that will maximizes total output Q. Find total output APL, MPL at that point. അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Q is equal to 10 plus 6L minus L square. അതിൽ നിന്നും AP ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടറും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഇവിടെ ഏത് ഫാക്ടറിനെ കുറിച്ചാണ് പറയുന്നത്? ലേബറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ്. ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ്. ഓക്കെ, അപ്പോൾ APL MPL കണ്ടെത്തണം. ഓക്കെ ആണല്ലോ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ അതുപോലെ എഴുതി വെച്ചു. തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതുപോലെ എഴുതി വെച്ചു. APL കണ്ടെത്തണം. APL എന്ന് പറയുന്നത് എന്താണ്? APL എന്ന് പറയുന്നത് Q/L ആണ്. Q/L. അപ്പോൾ ടോട്ടൽ ഇതാണ് Q എന്ന് പറയുന്നത്. അതിനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10/L അതോട് വരും. 6Lനെ L കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി 6 ഉണ്ടാവും. L ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ മൈനസ് L സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഇൻറ്റു L ആണ്. ആ L ഇൻറ്റു L ഡിവൈഡ് ബൈ L വരുമ്പോൾ ഒരു L ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി L ഉണ്ടാവും. സോ 10/L പ്ലസ് 6 മൈനസ് L എന്ന് കിട്ടും. ഇനി MPL കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഡോ Q ബൈ ഡോ L ആണ്. തന്നിരിക്കുന്ന Q എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് L കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 10 കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. 6Lനെ L കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. മൈനസ് L സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2L എന്ന് കിട്ടും. അപ്പോൾ 6 മൈനസ് 2L. അപ്പോൾ APLും MPLും കണ്ടെത്തി. ഇനി ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് മാക്സിമൈസ്ഡ് വെൻ MPL ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് MPL എന്ന് പറയുന്നത് 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് മാക്സിമൈസ്ഡ് ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ബിക്കം 0. അപ്പോൾ MPL 0 ആവുന്ന കേസ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ MPL ചെയ്തു വെച്ചിട്ടുണ്ട്. 6 മൈനസ് 2L അത് ഈക്വൽ ടു 0 കൊടുക്കുക. അതിൽ നിന്നും Lൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ മൈനസ് 2L ഇവിടെ മൈനസ് 2L അപ്പുറത്തേക്ക് കൊണ്ട് ഇപ്പുറത്ത് 6 മാത്രമാണ്. സോ 2L ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതിൽ നിന്നും L ഇസ് ഈക്വൽ ടു 6/2 3 എന്ന് വരും. സോ വാല്യൂ ഓഫ് L ഇസ് ഈക്വൽ ടു 3. ദെൻ മാക്സിമം ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ഈ വാല്യൂ ഒന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 10 പ്ലസ് 6 ഇൻറ്റു Lൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 3. 10 പ്ലസ് 6 ഇൻറ്റു 3 മൈനസ് L സ്ക്വയർ 3 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും അല്ലേ? ഇനി അറ്റ് ദാറ്റ് പോയിൻറ്റ്, അതായത് ഈ പോയിന്റിൽ L മാക്സിമൈസ് ആകുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആകുമ്പോൾ APL എത്ര MPL എത്ര എന്നുള്ളതാണ്. APL അറ്റ് L ഇസ് ഈക്വൽ ടു 3. L ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ APLൽ നമുക്ക് കിട്ടിയിരിക്കുന്ന APL എന്താണ്? 10/L പ്ലസ് 6 മൈനസ് L. അതിൽ നമ്മൾ Lൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.33 ആണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? MPL എന്തായിരിക്കും? MPL നമുക്കറിയാം. MPL മാക്സിമം ആകുമ്പോൾ 0 ആണ് അല്ലേ? അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആകുമ്പോൾ MPL 0 ആണ്. APL എത്രയാണ്? 6.33 ആണ്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് Q is equal to f of KL, where K is the fixed factor and L is the variable factor, so that Q is equal to f of L, and the functional relation is given by 16L plus 3L square minus L cube by 3. Find the labor units required to produce maximum output, the value of maximum marginal product, the unit of labor which maximize APL. What is the maximum APL? Show that when APL is maximum, APL is equal to MPL. ഇപ്പോൾ വലിയൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? അതായത് ഔട്ട്പുട്ട് മാക്സിമം ആകുമ്പോൾ എത്ര ലേബറാണ് ഉപയോഗിക്കുന്നത്, മാക്സിമം മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ്, APL അല്ലേ, ദ യൂണിറ്റ് ഓഫ് ലേബർ വിച്ച് മാക്സിമൈസ് APL മാക്സിമം ആകുമ്പോൾ എത്ര ലേബറിനാണ് ഉപയോഗിക്കുന്നത്, വാട്ട് ഈസ് ദ മാക്സിമം APL മാക്സിമം ആകുമ്പോൾ APL MPL ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ സൊല്യൂഷനിലേക്ക് പോകുന്നു. ആദ്യം നമ്മുടെ ഫംഗ്ഷൻ അങ്ങ് എടുത്തെഴുതി. Q is equal to 16L plus 3L minus L cube by 3. നമ്മുടെ ഫംഗ്ഷൻ അങ്ങ് എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആകുന്ന സമയത്ത് MPL 0 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം MPL കണ്ടെത്തണം. ഇതിൽ നിന്ന് MPL കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്തു? 16L എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 6 കിട്ടി. 3L സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2 × 3 6L കിട്ടി. മൈനസ് L ക്യൂബ് ബൈ 3 ആണ്. ഈ L ക്യൂബ് ബൈ 3നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പവർ ഇൻറ്റു പവർ -1 ചെയ്യുക. 3 ×
എൽ സ്ക്വയർ ബൈ 3. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി അവിടെ എന്ത് കിട്ടും നമുക്ക്? എൽ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 16 പ്ലസ് 6L മൈനസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എൽ സ്ക്വയർ മൈനസ് 6L മൈനസ് 16 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഈ മൈനസ് എൽ സ്ക്വയറിന് അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ മൈനസ് എൽ സ്ക്വയറിന് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. ടോട്ടൽ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എന്തായി? മൈനസ് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആയി. പ്ലസ് 6L എന്തായി? മൈനസ് 6L ആയി. പ്ലസ് 16 മൈനസ് 16 ആയി, ഈക്വൽ ടു 0 എന്ന് വന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എല്ലിൻ്റെ വാല്യൂ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, ക്വാഡ്രേറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ ആണ് എങ്കിൽ അതിൻ്റെ എല്ലിൻ്റെ വാല്യൂ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഒന്നെങ്കിൽ ക്വാഡ്രേറ്റിക് ഫോമിൽ ഉപയോഗിക്കുക, സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിക്കുക, ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുക, പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ക്വാഡ്രേറ്റിക് ഫോമിൽ ഉപയോഗിക്കുന്നു. എന്താണ് ക്വാഡ്രേറ്റിക് ഫോമുല? മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡ് ബൈ 2a. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഇവിടെ 1, ഇവിടെ 6, ഇവിടെ 16. അത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വേഷൻ അതുപോലെ കൊടുത്തു. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡ് ബൈ 2a. അതിൽ ബിയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? -6 ആണ്. മൈനസിൻ്റെ കൂടെ ഒരു മൈനസ് കൂടി വരുമ്പോൾ +6 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് മൈനസ് ഒന്നുകൊണ്ട് അല്ലേ? മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. എൽ സ്ക്വയർ മാത്രമാണെങ്കിൽ അവിടെ 1 എന്നർത്ഥം. എൽ ഇൻറ്റു എ ഇൻറ്റു അല്ലേ സി എന്ന് പറയുന്നത് എത്രയാണ്? -16. അപ്പോൾ എങ്ങനെ വരും? -4 ഇൻറ്റു 1 ഇൻറ്റു -16. അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ പ്ലസ്. അങ്ങനെയാണ് റൂട്ടിനകത്ത് ഇവിടെ +64 വരാനുള്ള കാരണം. ഓക്കെ, ഈ മൈനസ് മാറിയിട്ട് പ്ലസ് വരാനുള്ള കാരണം എന്താ? സിയുടെ വാല്യൂ -16 ആണ്. അപ്പോൾ ഈ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4 ഇൻറ്റു 1 ഇൻറ്റു -4 ഇൻറ്റു 1 ഇൻറ്റു -16 എന്നാണ് വരിക. അപ്പോൾ ഈ രണ്ട് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് പ്ലസ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ +16 വരുന്നത്. സോ അത് രണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 കിട്ടും. 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 100/2. റൂട്ട് 100ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ 6 പ്ലസ് ഓർ മൈനസ് 10/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് വിലകൾ കിട്ടും. ഒന്ന് 6 + 10, 16/2 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അല്ലെങ്കിൽ 6 - 10, 6 - 10 ചെയ്യുമ്പോൾ -4/2 -2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് വിലകൾ കിട്ടുന്നുണ്ട്. ഒന്ന് 8 എന്നും ഒന്ന് -2 എന്നും. ഒരിക്കലും ലേബറിൻ്റെ വില നെഗറ്റീവായിട്ട് മാറില്ല, പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ സ്വീകരിച്ചു, 8 എന്ന് കണ്ടു. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആവുന്ന സമയത്ത് എത്ര ലേബറിന് ഉപയോഗിക്കണം? 8 ലേബറിന് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. ടു ചെക്ക് ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം. ഫംഗ്ഷൻ മാക്സിമം ആണോ എന്ന് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വില കിട്ടി അല്ലേ? എല്ലിൻ്റെ വില 8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് <0 ആണെങ്കിലാണ് ഫംഗ്ഷൻ മാക്സിമം അല്ലേ? നമ്മൾ പറഞ്ഞു ലേബർ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആണെന്ന് പറഞ്ഞു. ഇനി ഇത് മാക്സിമം ആണെന്ന് കണ്ടെത്താൻ ആ സമയത്ത് നമ്മൾ എത്ര ലേബറിന് ഉപയോഗിച്ചു? 8 ലേബറിന് ഉപയോഗിച്ചു. ഇത് മാക്സിമം ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ നോക്കി. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനെ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 - 12 എന്ന് കിട്ടി. ഓക്കെ, 6 - 12. അതിൽ എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ 8 കൊടുക്കുന്ന സമയത്ത് -10 എന്നാണ് കിട്ടുന്നത്. -10 എന്ന് പറഞ്ഞാൽ <0 ആണ്. അതുകൊണ്ട് ക്യൂ മാക്സിമം ആണ്. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യേറ്റ് എന്തിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തെന്നുകൂടി നോക്കുക. L² - 6L - 16 ഈസ് ഈക്വൽ ടു 0. ആ ഇക്വേഷനെയാണ് നമ്മൾ വീണ്ടും, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 2L - 6 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് 2L - 6 എന്ന് കിട്ടി. അല്ലെങ്കിൽ 6 - 12 അങ്ങനെയും ചെയ്യാം. സോ നമുക്ക് -10 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമം ആണ് L 8 ആവുന്ന സമയത്ത്. ടു ഫൈൻഡ് മാക്സിമം MPL, ഇത് നമുക്ക് എന്ത് കണ്ടെത്തണം? മാക്സിമം MPL കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? ∂MPL/∂L is equal to 0, ∂2MPL/∂L² is less than 0. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ∂MPL/∂L ചെയ്തു. അതായത് 6 - 12 അതാണ് ∂MPL/∂L ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ? അതിൽ നിന്ന് എല്ലിൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. 6/2 3 എന്ന് കിട്ടി. ഇനി അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുക. വീണ്ടും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 - 12നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. <0 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ മാക്സിമം MPLൻ്റെ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു. ആദ്യത്തെ = 0 കൊടുത്തപ്പോൾ എല്ലിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. രണ്ടാമത്തെ ചെയ്തപ്പോൾ -2 എന്ന് കിട്ടി.
അതുകൊണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ. ദെൻ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് മാക്സിമം വെൻ 3 യൂണിറ്റ്സ് ഓഫ് ലേബർ ആർ എംപ്ലോയ്ഡ്. ഇനി നമ്മൾ മാക്സിമം MPL കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? MPL എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. നമുക്ക് നേരത്തെ കിട്ടിയ 16 + 6L - L² എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. അതിൽ Lൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക അല്ലേ? 3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ APL കണ്ടെത്തുക. APL കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്? Q/L ആണ്. സോ Q = 16L + 3L² - L³/3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുക. APL എന്ന് പറയുമ്പോൾ അതിന് ഓരോന്നിനെയും L കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? Q എന്ന ഫംഗ്ഷനെ ഓരോന്നിനെയും L കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? ഓരോന്നിനെയും ഇപ്പോൾ L³/3 ഓരോന്നിനെയും നമ്മൾ L കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? L³ × L⁻⁻⁻³ = L²/3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? L²/3. സോ APL L²/3 ഇവിടത്തെയാണ്. ഈ ഒരു ടേം മാത്രം എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. L²/3 ടോട്ടൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 16 + 3L - L²/3 എന്ന് കിട്ടും. കാരണം 16Lനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. 3L² L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3L എന്ന് കിട്ടും. ഇനി മൈനസ് L³/3നെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? /L എന്നാണ് വരിക അല്ലേ? എൻ്റെ അർത്ഥം എന്താണ്? 1/L എന്നാണ് അല്ലേ? L/1 ആണ്. അതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും? 1/L എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു Lഉം ക്യാൻസൽ ചെയ്ത് പോവും, ഇവിടുത്തെ ഒരു Lഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ സ്ക്വയർ വരും. അങ്ങനെയാണ് -L²/3 എന്ന് വരുന്നത്. ഓക്കെ, ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം APL. മാക്സിമം APLൻ്റെ കണ്ടീഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ∂APL/∂L = 0 എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവിന് <0 കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് APL മാക്സിമം ആവുന്നത്. അപ്പോൾ ∂APL/∂L = 0. അതായത് നമ്മൾ ഈ കിട്ടിയ ഈ ഫംഗ്ഷനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക ആൻസർ? ∂APL/∂L ചെയ്യുന്ന സമയത്ത് 3 - 2L/3 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്നും നമ്മൾ Lൻ്റെ വാല്യൂ കണ്ടെത്തണം. =0 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? Lൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2L/3 = 3 എന്ന് കൊടുത്തു. അതിനുശേഷം 2L = 3 × 3 9 എന്ന് കൊടുത്തു. അതിൽ നിന്നും L = 9/2 4.5 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ 3 - 2L/3 അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക ആൻസർ? -2/3 എന്ന് കിട്ടും. സോ -2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? <0 ആണ്. അതുകൊണ്ട് APL മാക്സിമം ആണ്. APL മാക്സിമം ആകുമ്പോൾ എത്രയാണ്? APL മാക്സിമം ആകുമ്പോൾ 4.5 യൂണിറ്റ്സ് ഓഫ് ലേബറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ APL ഈസ് മാക്സിമം 4.5 യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ആർ അപ്ലൈഡ്. ഇനി മാക്സിമം APL കണ്ടെത്താൻ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ APL കണ്ടെത്തിയല്ലോ നേരത്തെ. ആ APL എന്നുള്ള ഫംഗ്ഷന് Lൻ്റെ സ്ഥാനത്ത് 4.5 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 16 + 3 × 4.5 - 4.5² എന്ന് വരും. അതെല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 22.75 എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാക്സിമം APL മാക്സിമം ആകുമ്പോൾ നമ്മൾ പറഞ്ഞു APL മാക്സിമം ആകുമ്പോൾ 4.5 യൂണിറ്റ്സ് ഓഫ് ലേബറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ APL മാക്സിമം ആവുന്ന സമയത്ത് APLും MPLും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? APL മാക്സിമം ആവുന്നത് 4.5 ആകുമ്പോഴാണ്. അത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്കിവിടെ 22.75 എന്നാണ് കിട്ടിയത് അല്ലേ? ഇനി അതേപോലെ തന്നെ MPLൻ്റെ വാല്യൂ ഇതാണ്. 16 + 6L - L² എന്നുള്ളതാണ് MPL ഫംഗ്ഷൻ. അതിനകത്ത് Lൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 4.5 അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? അപ്പോഴും നമുക്ക് സെയിം ആൻസറാണ് കിട്ടുന്നത്, 22.75. ഇവിടെ APL മാക്സിമം ആയപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 22.75. അതുകൊണ്ട് നമുക്ക് പറയാം APL മാക്സിമം ആവുന്ന സമയത്ത് APLും MPLും ഈക്വലാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗിവൺ ദ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഫൈൻഡ് MPK, MPL, APL ആൻഡ് APK. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Q = AL⁴ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും MPKയും MPLും APLും APKയും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ആദ്യം കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുത്തെഴുതി. AL⁴ MPK കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ∂Q/∂K. തന്നിരിക്കുന്ന Q എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു K കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ K കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ AL⁴ അതുപോലെ എടുത്തെഴുതി. ഇനി K വരുന്ന സ്ഥാനത്ത് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. β × K⁻⁻⁻1 അല്ലേ? പവർ × പവർ -1. സോ പവർ എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ β ×
കെ റേസ് ടു ബീറ്റ മൈനസ് 1 പവർ മൈനസ് 1 എന്ന് എഴുതി. എന്തുകൊണ്ടാണത് എ റേസ് ടു ആൽഫ വരാൻ കാരണം? നമ്മളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ എന്നാണ്. അതുകൊണ്ട് ഇവിടെ കെനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ എ എൽ റേസ് ടു ആൽഫ എന്നുള്ളത് എടുത്തെഴുതണം. കാരണം ഇതെല്ലാം ഇൻറ്റു എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. എയും എൽ റേസ് ടു ആൽഫയും കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ആയിട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്ലസ്സോ മൈനസോ ആണെങ്കിൽ ഇവിടെ എ പ്ലസ് എൽ റേസ് ടു ആൽഫ പ്ലസ് കെ റേസ് ടു ബീറ്റ ആണെങ്കിൽ ഇതൊക്കെ 0 ആയി പോകും. കാരണം എന്താണ്? ഇവിടെ പ്ലസ് ആണ്. പക്ഷേ ഇവിടെ എല്ലാം ഇൻറ്റു ആയതുകൊണ്ട് ഇത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തെഴുതണം. അതുകൊണ്ടാണ് എന്ത് വന്നത്? എ എൽ റേസ് ടു ആൽഫ ബീറ്റ കെ റേസ് ടു ബീറ്റ മൈനസ് 1 എന്ന് വന്നത്. ഇനി അതിനൊന്ന് അറേഞ്ച് ചെയ്തതാണ്. ബീറ്റയെ ആദ്യം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തി? എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ കെ റേസ് ടു മൈനസ് 1. ഇവിടെ കെ റേസ് ടു ബീറ്റ കെ റേസ് ടു ബീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? കെ റേസ് ടു ബീറ്റ എന്നും കെ റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എക്സ്പൊണൻസിൻ്റെ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നോക്കുക, ബീറ്റ ഇൻറ്റു എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ ഈ ഒരു ടേമിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ടേമിന് മാത്രം ഞാൻ ക്യൂ എന്ന് കൊടുത്തു. കാരണം ക്യൂ ആണല്ലോ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ. ബാക്കി അവിടെ എന്ത് വരുന്നുണ്ട്? കെ റേസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ കെ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1/k ആണ്. അപ്പോൾ ഞാൻ ആ കെനെ അതിനായിട്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ബീറ്റ ക്യൂ/k എന്ന് കിട്ടും. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ എം പി എൽ ചെയ്യുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കോബഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എൽ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു ആൽഫ ഇൻറ്റു അല്ലേ പവർ ഇൻറ്റു പവർ മൈനസ് 1. എല്ലിൻ്റെ പവർ എത്രയാണ്? ആൽഫ. ആൽഫ ഇൻറ്റു എൽ റേസ് ടു ആൽഫ മൈനസ് 1 കെ റേസ് ടു ബീറ്റ. അത് നമ്മൾ നേരത്തെ പോലെ ഓർഡർ ചെയ്ത് എഴുതുന്ന സമയത്ത് ആൽഫ ആദ്യം എഴുതും, പിന്നെ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ, എൽ റേസ് ടു ആൽഫ മൈനസ് 1നെ എൽ റേസ് ടു ആൽഫ എന്നും എൽ റേസ് ടു മൈനസ് 1 എഴുതാം. അങ്ങനെയാണ് ഇവിടെ എൽ റേസ് ടു മൈനസ് 1 വന്നത്. എന്നിട്ട് നമ്മളതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ആൽഫ ഇൻറ്റു ക്യൂ/എൽ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എ പി എൽ ആണ് കണ്ടെത്തേണ്ടത്. എ പി എൽ കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്? ക്യൂ/എൽ ആണ്. സോ എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ ഡിവൈഡ് ബൈ എൽ. ഉത്തരം എന്ത് വരും? എ എൽ റേസ് ടു ആൽഫ മൈനസ് 1 അല്ലേ? ഇവിടെ ഈ എല്ലിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ എൽ റേസ് ടു മൈനസ് 1 വരും. അത് ഞാനൊന്ന് കൂട്ടി എഴുതുന്ന സമയത്ത് എന്ത് വരും? എ എൽ റേസ് ടു ആൽഫ മൈനസ് 1 കെ റേസ് ടു ബീറ്റ എന്ന് വരും. അതേപോലെ എ പി കെ കണക്കാക്കുന്ന സമയത്ത് ക്യൂ/k ആണ്. അതിൽ തന്നെ എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ ബൈ കെ എന്ന് വരുമ്പോൾ എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ മൈനസ് 1 എന്നും വരും. അടുത്ത ക്വസ്റ്റ്യൻ, given the following production function q is equal to l raised to 0.75 k raised to 0.25, find marginal product of labor and capital. ഇതിൽ നിന്ന് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ഈസിയാണ്. പവർ ഇൻറ്റു പവർ മൈനസ് 1 സിമ്പിൾ ബേസിക് ഡിഫറൻഷ്യൽ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. സൊല്യൂഷൻ നോക്കുക. q is equal to l raised to 0.75 ഇൻറ്റു കെ raised to 0.25 ആണ്. ഇതിൽ നിന്നും എം പി എൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡോ ക്യൂ ബൈ ഡോ എൽ. തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എൽ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരും 0.75 എൽ പവർ മൈനസ് 1. 0.75 നിന്ന് 1 കുറയ്ക്കുമ്പോൾ മൈനസ് 0.25 കിട്ടും. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ 0.75 ഇൻറ്റു കെ റേസ് ടു 0.25. ഇവിടെ എൽ റേസ് ടു മൈനസ് 0.25 ആണ്. അതിനെ എന്ത് ചെയ്തു? എൽ റേസ് ടു മൈനസ് 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/L റേസ് ടു 0.25 എന്ന് എഴുതാം. പ്ലസ് ആയിട്ട് എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബൈ എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം. 0.75 ഇൻറ്റു കെ റേസ് ടു 0.25 ഡിവൈഡ് ബൈ എൽ റേസ് ടു 0.25. അതിൽ 0.75 ഇവിടെ നിർത്തി. ഇവിടെ കെയ്ക്കും എല്ലിനും കോമൺ ആയിട്ട് കിടക്കുന്ന പവറാണെന്ത്? 0.25 എന്ന് പറയുന്നത്. അപ്പോൾ k/L ദ ഹോൾ റേസ് ടു 0.25 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇതേപോലെ എം പി കെ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? പവർ ഇൻറ്റു 0.25 ഇൻറ്റു എൽ റേസ് ടു 0.75 കെ റേസ് ടു 0.25 മൈനസ് 1 വരും. ഇതേപോലെ തന്നെ 0.25 രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 0.75 ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ മൈനസ് 0.75 ആവും. അതിനെ താഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 0.75 ആവും. ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ, ഇവിടെ എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0.25 ഇൻറ്റു എൽ ബൈ കെ ദ ഹോൾ റേസ് ടു 0.75 എന്ന് കിട്ടും. ഇനി അടുത്ത് എ പി എൽ കണ്ടെത്താനാണ്. എ പി എൽ കണ്ടെത്താൻ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ക്യൂ/എൽ. അപ്പോൾ എൽ റേസ് ടു 0.75നെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എൽ റേസ് ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? എൽ റേസ് ടു 0.75 മൈനസ് 1 കെ റേസ് ടു 0.25.
എന്ന് എഴുതുന്ന സമയത്ത് എന്ത് വരും? എൽ റേസ് ടു 0.75 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ -0.25 എന്ന് കിട്ടും. അപ്പോൾ എല്ലിനെ താഴത്തേക്ക് കൊണ്ടുപോയി അല്ലേ? അപ്പോൾ അതിൻ്റെ പവർ എന്ത് കിട്ടും? എൽ റേസ് ടു 0.25 എന്ന് വരും. അപ്പോൾ നമുക്കതിനെ എഴുതുന്ന സമയത്ത് k/L ദ ഹോൾ റേസ് ടു 0.25 എന്ന് കിട്ടും. ഓക്കെ, ഇത് സ്റ്റെപ്പിൽ നോക്കുക. ഇവിടെ എൽ റേസ് ടു -0.25 എന്ന് കിട്ടും. അതേപോലെ കെ റേസ് ടു 0.25 എന്ന് വരും. ഇനി കെനെ ഞാൻ മുകളിൽ നിർത്തി ഡിവൈഡഡ് ബൈ ഈ എല്ലിനെ താഴത്തേക്ക് കൊണ്ടുപോയി രണ്ടിനെയും കോമൺ ആയിട്ട് ഇപ്പോൾ എന്ത് വരും? ഇവിടെ എഴുതുന്ന സമയത്ത് 0.25 എന്നും ഇവിടെ 0.25 എന്നാണ് വരിക. കോമൺ ആയിട്ട് എഴുതുമ്പോൾ k/L റേസ് ടു ഒറ്റ റേസ് ടു അല്ലേ, ഒറ്റ തവണ റേസ് ടു 0.25 എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് k/L 0.25 എന്ന് വരുന്നത്. അതേപോലെ APK ചെയ്യുന്ന സമയത്തും Q/K ചെയ്യുന്ന സമയത്ത് L റേസ് ടു 0.75 ഇൻറ്റു കെ റേസ് ടു 0.25 മൈനസ് 1 അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഇവിടെ 0.75 എന്ന് കിട്ടും, ഇവിടെ -0.75 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ താഴത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ നേരത്തെ എല്ലിന് താഴത്തേക്ക് കൊണ്ടുപോലെ ഇവിടെ മൈനസ് ആയിട്ട് വരുന്നത് കെയുടെ പവറാണ്, -0.75. അതിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കെ റേസ് ടു 0.75 വരും. അപ്പോൾ എൽ റേസ് ടു 0.75 ഡിവൈഡഡ് ബൈ കെ റേസ് ടു 0.75 എന്നാവും. നമുക്കതിനെ കോമൺ ആയിട്ട് എഴുതുമ്പോൾ L/K ദ ഹോൾ റേസ് ടു 0.75 എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ചെയ്ത് പഠിക്കാൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഗിവൺ Q is equal to F of KL, where Q is equal to output, K is equal to capital, L is equal to labor. Given the production function Q is equal to 7L plus 3K minus 2L square plus 6K square plus 7KL. Find the marginal product of the labor and capital. Find the marginal product of the labor and capital when L is equal to 2 and K is equal to 3. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് കെ മാത്രമല്ല എല്ല് മാത്രമല്ല രണ്ടും കൂടിയിട്ടാണ് അല്ലേ, കെയും എല്ലും വരുന്നുണ്ട്. ഇന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഫൈൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, MPLും MPKയും കണ്ടെത്തണം, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കറിയാം MPL കണ്ടെത്താൻ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എല്ല് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. MPK കണ്ടെത്താൻ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് കെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ, ചെയ്താൽ മതി. ദെൻ ഫൈൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വെൻ L is equal to 2 ആൻഡ് K is equal to 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത്ര മാത്രം തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ നിന്നും MPLും MPKയും കണ്ടെത്തുക. MPLും MPKയും കണ്ടെത്തുക. അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ എല്ല് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. തന്നിരിക്കുന്ന ഫംഗ്ഷനെ കെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൽ എല്ലിൻ്റെ സ്ഥാനത്ത് 2ഉം കെയുടെ സ്ഥാനത്ത് 3ഉം കൊടുക്കുക. എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് X is equal to F of ABC, where ABC are some quantities of inputs. Determine the marginal product of these inputs and evaluate them if A is equal to B is equal to C is equal to 2. വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 12 മൈനസ് A സ്ക്വയർ പ്ലസ് 2B സ്ക്വയർ പ്ലസ് AB സ്ക്വയർ C സ്ക്വയർ അല്ലേ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ഇൻപുട്സ് ആൻഡ് ഇവാലുവേറ്റ് ദം ഇഫ് എ is equal to B is equal to C is equal to 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റുകൾ കണ്ടെത്തണം, എയുടെ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഡോ ക്യൂ ബൈ ഡോ എ ചെയ്യണം, ഡോ ക്യൂ ബൈ ഡോ ബി ചെയ്യണം, ഡോ ക്യൂ ബൈ ഡോ സി ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എത്രയാണ് കിട്ടുന്നത് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? -4A പ്ലസ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എ ഉള്ള സ്ഥലത്ത് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി B സ്ക്വയർ C സ്ക്വയർ എന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത് 8 എന്ന് കിട്ടും അല്ലേ. നോക്കിക്കേ, -4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ -4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ -8 പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2A സ്ക്വയർ ഇൻറ്റു C സ്ക്വയർ 2A സ്ക്വയർ. ഇപ്പോൾ 2A സ്ക്വയർ 4, 4 ഇൻറ്റു 4 16, 16 മൈനസ് 8 8 എന്ന് കിട്ടും. അതേപോലെ അടുത്ത ബീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ബീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 4B. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4B എന്ന് കിട്ടും. അടുത്ത സ്ഥലത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2AB C സ്ക്വയർ എന്ന് കിട്ടും. 2AB C സ്ക്വയർ എന്ന് കിട്ടും. അതിൽ എയുടെയും ബിയുടെയും സിയുടെയും സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷനിൽ 2AB സ്ക്വയർ C എന്ന് കിട്ടും അല്ലേ. വിത്ത് റെസ്പെക്റ്റ് C കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2AB സ്ക്വയർ C എന്ന് കിട്ടും.
അതിൽ എയുടെയും ബിയുടെയും സിയുടെയും സ്ഥാനത്ത് 2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ 32 എന്ന് കിട്ടും. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. തിയററ്റിക്കലായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി amount by which the quantity of one input has to reduce for one extra unit of another input so that the output remain constant. അതായത് ലേബറും ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ ലേബറിന് പകരം അല്ലേ ഒരു അഡീഷണൽ യൂണിറ്റ് ലേബർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്യാപിറ്റലാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, ആ സാക്രിഫൈസ് റേഷ്യോക്കാണെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ 5 ലേബറും 8 അല്ലെങ്കിൽ 2 ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എത്ര ലേബറിനെയാണ് സാക്രിഫൈസ് ചെയ്തത്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ലേബർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്യാപിറ്റൽ അധികമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ലേബറിനെയാണ് വേണ്ടാന്ന് വെച്ചത്, ആ സാക്രിഫൈസിങ് റേഷ്യോനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. MRTS XY ഇതാണ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ X4Y അല്ലേ. X4Y, വൈക്ക് വേണ്ടി എക്സ് എത്ര സാക്രിഫൈസ് ചെയ്തു എന്ന് കണ്ടെത്താൻ MPX ഡിവൈഡഡ് ബൈ MPY ചെയ്താൽ മതി. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് X ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് Y ചെയ്താൽ മതി. വേർ MPX ആൻഡ് MPY ആർ ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഇൻപുട്ട് X ആൻഡ് ഇൻപുട്ട് Y. ദെൻ MRTS ഈസ് ദ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട്. അപ്പോൾ നമ്മൾ ഐസോകോണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഐസോകോണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഐസോകോണ്ടിൻ്റെ ഈ സ്ലോപ്പിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ MRTS ആണ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ടിൻ്റെ സ്ലോപ്പിനെയാണ് ഇതിന് എന്ത് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അതിൻ്റെ ഡയഗ്രത്തിൽ വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ലേബർ ആയിരിക്കും, ഇവിടെ ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇൻപുട്ട് 1 ഇൻപുട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നോക്കുക, ഇവിടെ AB എന്നുള്ള പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 യൂണിറ്റ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, 2 യൂണിറ്റ് ലേബർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇവിടെ 2 യൂണിറ്റ് ലേബർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 യൂണിറ്റ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3/2 ആണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. Then question, given the Cobb-Douglas production function Q is equal to AL raised to alpha K raised to beta, find MRTS LK and MRTS KL. അപ്പോൾ MRTS LK കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, MPL ഡിവൈഡഡ് ബൈ MPK. അപ്പോൾ MRTS KL കണ്ടെത്താനോ, MPK ഡിവൈഡ് ബൈ MPL. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നു, Q is equal to AL raised to alpha K raised to beta, MPK is equal to dou Q by dou K ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. എങ്ങനെയാണ് ഈ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും MPK കണ്ടെത്തുക, ബീറ്റ ഇൻറ്റു Q by K ആണ്. MPL ചെയ്യുമ്പോഴോ ആൽഫ ഇൻറ്റു Q by L ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ MRTS LK കണ്ടെത്താൻ എന്താ ചെയ്യുക, MPL ബൈ MPK. സോ ഡോ ആൽഫ Q by L ഡിവൈഡഡ് ബൈ ബീറ്റ Q by K. ഓക്കെ, അതാണ് MRTS LK എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് MRTS KLഉം ഇതുപോലെ തന്നെ ചെയ്യാം. ദെൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS. നമ്മൾ MRTS പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ MRSൻ്റെ കാര്യം, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി Y that must be given up in extra change for an extra unit of another commodity so that the consumer maintain same level of satisfaction. ഇവിടെ ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ടാണ് MRS വരുന്നത് അല്ലേ. നമുക്ക് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ മാറ്റമില്ലാതെ എക്സ് കമ്മോഡിറ്റി പകരം എത്ര വൈ കമ്മോഡിറ്റി അല്ലേ, എക്സ് കമ്മോഡിറ്റി കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വൈ കമ്മോഡിറ്റി സാക്രിഫൈസ് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ വൈ കമ്മോഡിറ്റി ലഭിക്കാൻ വേണ്ടി നമ്മൾ എത്ര എക്സ് കമ്മോഡിറ്റി സാക്രിഫൈസ് ചെയ്തു, ആ സാക്രിഫൈസിങ് റേഷ്യോനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ MRS എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. നേരത്തെ പറഞ്ഞത് ഐസോകോണ്ടിൻ്റെ സ്ലോപ്പാണ് MRTS എങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ് MRS എന്ന് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, MRS XY ഈസ് ഈക്വൽ ടു
MUX/MUY or MRS/YX is equal to MUY/MUX. ഓക്കെ, സോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതേ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കുക, ഇതാണ് ഇൻഡിഫറൻസ് കർവ് IC എന്ന് പറയുന്നത്. ഇവിടെ 2 കമ്മോഡിറ്റീസ് ആയിരിക്കും. നേരത്തെ നമ്മൾ ഐസോ ക്വാണ്ടിറ്റിയിൽ നോക്കിയ സമയത്ത് കണ്ടത് എന്താണ്? അവിടെ 2 ഇൻപുട്ട് ആയിരിക്കും, ലേബറും ക്യാപിറ്റലായിരിക്കും. ഇവിടെ എന്താണ്? 2 കമ്മോഡിറ്റീസ് ആണ്. ഇവിടെ പിസയും അതുപോലെ ഷേക്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് എ എന്നുള്ള പോയിന്റിൽ എന്താണ്? ഒരു യൂണിറ്റ് പിസ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് ഷേക്സ് സാക്രിഫൈസ് ചെയ്തു. സോ 1:1 ആണ് അവിടുത്തെ റേഷ്യോ, അല്ലെങ്കിൽ 1/1. ഇവിടെയോ? ഇവിടെ നോക്കുക, നമ്മൾ 5 യൂണിറ്റ് ഷേക്സ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ 3 യൂണിറ്റ് പിസ മേടിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അവിടെയും സാക്രിഫൈസ് റേഷ്യോ നോക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും, ഈ ഒരു കേസിലാണെങ്കിൽ കമ്മോഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കിനി വരും ക്ലാസ്സുകളിൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മാർജിനൽ കോൺസെപ്റ്റിലെ 3ാമത്തെ പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.